മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി നടക്കുകയാണ്. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഈ 10 കണ്ടസ്റ്റൻസും 10 സൂപ്പർ ഹീറോസ് ആണ്. ഇവർക്ക് ഒരു സൂപ്പർ പവർ ലഭിക്കുകയാണെങ്കിൽ ബിഗ് ബോസ് കിരീടം കിട്ടാൻ വേണ്ടി ആ സൂപ്പർ പവർ എങ്ങനെ വിനിയോഗിക്കുമെന്നാണ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി. സാബുമാന് ലഭിച്ച സൂപ്പർ പവർ അല്ലെങ്കിൽ വേണ്ട സൂപ്പർ പവർ ടൈം ട്രാവലിംഗ് ആണ്. അങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് മുന്നോട്ടും പിന്നോട്ടും പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബാക്കിലേക്ക് പോയി ടാസ്കുകളെല്ലാം മനസ്സിലാക്കി എല്ലാ ടാസ്കുകളും വിജയിച്ച് അവസാനം ബിഗ് ബോസ് സീസൺ 7 കപ്പും സാബുമാൻ ഉയർത്തുമെന്നാണ് സാബുമാൻ പറയുന്നത്. രണ്ടാമത് അനീഷാണ്. അനീഷിന് വേണ്ട സൂപ്പർ പവർ മൈക്ക് ചെറുതാക്കാനുള്ള പവറാണ്. മൈക്ക് ചെറുതാക്കി ലെങ്ത് കുറച്ച് ശരീരത്തോട് ചേർത്ത് ഒട്ടിച്ചു വെക്കും. പിന്നീട് ആ മൈക്ക് ആരുടെയും ശരീരത്തിൽ നിന്നും മാറ്റാൻ സാധിക്കില്ല. ഉറങ്ങുന്ന സമയത്ത് പോലും എല്ലാവരുടെയും ശരീരത്ത് തന്നെയായിരിക്കും മൈക്ക്. അതുകൊണ്ട് തന്നെ പറയുന്ന കള്ളങ്ങളെല്ലാം പുറത്ത് ഓഡിയൻസ് കേൾക്കും. അങ്ങനെ അവർക്ക് വോട്ടുകൾ കുറഞ്ഞ് അവർ ഔട്ടാവുകയും അവസാനം അനീഷിന് കപ്പ് കിട്ടുമെന്നാണ് അനീഷ് പറയുന്നത്. അടുത്തതായി വന്നത് നെവീനായിരുന്നു. നെവീന് വേണ്ട സൂപ്പർ പവർ ബ്രെയിൻ സ്വിച്ച് ആണ്. ബ്രെയിൻ സ്വിച്ച് ചെയ്യും. വേറെ ആരുമായിട്ടല്ല, ബിഗ് ബോസിന്റെ ബ്രെയിനുമായിട്ടാണ് നെവീൻ്റെ ബ്രെയിൻ സ്വിച്ച് ചെയ്യാൻ പോകുന്നത്. നെവീന് 2 ആഴ്ച മാത്രം മതി ഈ ഒരു സൂപ്പർ പവർ എന്നാണ് പറയുന്നത്. 2 ആഴ്ചത്തേക്ക് എല്ലാവരെയും സ്റ്റാച്ചു ആക്കി നിർത്തും. അതിനുശേഷം ബിഗ് ബോസിന്റെ ബ്രെയിനിലേക്ക് നെവീൻ കയറും. എന്നിട്ട് ഫിസിക്കൽ ടാസ്ക് എല്ലാം എടുത്തു കളഞ്ഞ് മൈൻഡ് ഗെയിം ആക്കും. മൈൻഡ് ഗെയിം കളിച്ച് ഞാൻ എന്തായാലും വിജയിക്കും. അങ്ങനെ വളരെ സിമ്പിളായി ടോപ്പ് 5 എത്തുകയും ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും ആ കപ്പ് വാങ്ങിക്കുമെന്നാണ് നെവീൻ പറയുന്നത്. അടുത്തതായി എത്തിയത് ആര്യനായിരുന്നു. ആര്യൻ്റെ സൂപ്പർ പവർ ഓഫ് ഹിപ്നോട്ടൈസിങ് ആണ്. അതായത് ടൈം ഫുൾ പോസ് ചെയ്ത് വെക്കും. എന്നിട്ട് എല്ലാവരെയും ഹിപ്നോട്ടൈസ് ചെയ്യും, പ്രേക്ഷകരെ ഉൾപ്പെടെ. എന്നിട്ട് ആര്യന് വേണ്ടി വോട്ട് മറിച്ച് ബിഗ് ബോസ് സീസൺ 7 കപ്പ് സ്വന്തമാക്കും. ആദിലയ്ക്കും ആര്യൻ്റെ സൂപ്പർ പവറുമായി ഏകദേശം സാമ്യമുള്ള ഒരു സൂപ്പർ പവറാണ്. അതായത് കണ്ണിൽ നോക്കി കൺട്രോൾ ചെയ്യുക. ഏകദേശം ഒരു ഹിപ്നോട്ടൈസിങ് പോലെ തന്നെ വരും. അതിനുശേഷം എല്ലാവരെയും കണ്ണിൽ നോക്കി കൺട്രോൾ ചെയ്ത് ടാസ്കുകളൊക്കെ ആദിലയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ കൊണ്ട് കളിപ്പിക്കും. അവസാനം ഫിനാലയിൽ എത്തുന്ന സമയത്ത് ലാലേട്ടൻ്റെ കണ്ണിൽ നോക്കിയും കൂടി ഞാനൊന്ന് കൺട്രോൾ ചെയ്യും. അപ്പോൾ ആ കപ്പെടുത്ത് ലാലേട്ടൻ എൻ്റെ കയ്യിൽ തരുമെന്നാണ് ആദില പറയുന്നത്. നൂറയുടെ സൂപ്പർ പവർ എല്ലാവരെയും സ്റ്റാച്ചു ആക്കി നിർത്താനുള്ള സൂപ്പർ പവറാണ്. അതായത് കണ്ടസ്റ്റൻറ്റിനെ എല്ലാം സ്റ്റാച്ചു ആയിട്ട് നിർത്തും. അപ്പോൾ ടാസ്കുകൾ ചെയ്യുന്നത് ഞാൻ മാത്രമായിരിക്കും, എന്നെ മാത്രമായിരിക്കും പ്രേക്ഷകർ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് വോട്ട് കിട്ടി, ഞാൻ കപ്പ് സ്വന്തമാക്കും. അക്ബറിൻ്റെ സൂപ്പർ പവർ വളരെ വിചിത്രമാണ്. മായാവിയുടെ കയ്യിലുള്ള മാന്ത്രിക വടിയാണ് അക്ബറിന് വേണ്ടത്. ആ വടി ഉപയോഗിച്ച് അക്ബറിന് വേണ്ടാത്തവരെ അക്ബർ കുപ്പിയിലാക്കി വെക്കും. അങ്ങനെ എതിരാളികളില്ലാതെ ഈ സീസൺ 7 കപ്പ് സ്വന്തമാക്കും. അനുമോളുടെ സൂപ്പർ പവർ ബിഗ് ബോസിൻ്റെയും ഇവിടെയുള്ള 72 ക്യാമറകളുടെയും ഫോക്കസ് എന്നിലേക്ക് മാത്രമാക്കി വെക്കും. ഞാൻ ചെയ്യുന്നത് മാത്രം ഫോക്കസ് ചെയ്ത് വെക്കും. അപ്പോൾ പുറത്തേക്ക് സംപ്രേഷണം ചെയ്യുന്നത് എൻ്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് വോട്ട് കിട്ടുകയും ഞാൻ ഈ ബിഗ് ബോസ് സീസൺ 7 കിരീടം അണിയുകയും ചെയ്യും. ലക്ഷ്മിക്ക് വേണ്ട സൂപ്പർ പവർ തെറ്റിദ്ധാരണ മാറ്റാനുള്ള പവറാണ്. അങ്ങനെ തെറ്റിദ്ധാരണ മാറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ അതുവഴി എങ്ങനെയാണ് കപ്പ് സ്വന്തമാക്കാൻ സാധിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഏറ്റവും അവസാനം എത്തിയത് ഷാനവാസ് ആയിരുന്നു. ഷാനവാസ് പുറത്തുള്ള ബാങ്കുകളെല്ലാം കൊള്ളയടിക്കും. എന്നിട്ട് എല്ലാവരും ചെയ്ത PR വിലയ്ക്ക് വാങ്ങും. എന്നിട്ട് PR കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന ബിഗ് ബോസിൻ്റെ ആ ഒരു മനോഭാവവും ഞാൻ മാറ്റും. അതിനുശേഷം എനിക്ക് വേണ്ടി മുഴുവൻ വോട്ടും മറിച്ച് ഞാൻ കപ്പടിക്കും. അങ്ങനെ 10 പേരും 10 സൂപ്പർ ഹീറോസും 10 സൂപ്പർ പവറുകളും കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും സൂപ്പർ പവറുകൾ ഉപയോഗിച്ച് എല്ലാവരും മോർണിംഗ് ആക്ടിവിറ്റിയിലൂടെ ബിഗ് ബോസ് സീസൺ 7 കപ്പുകളും സ്വന്തമാക്കിയിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.